അശ്മി, വളരെ രസകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പാലക്കാട് KSRTC ബസ് ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന ഓർഡിനറി ബസ്സാണ് ഇപ്പോൾ, അതായത് ഒരു അജ്ഞാതൻ ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിയോടുകൂടി ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിരിക്കുന്നത്. ഇയാൾ ഇത് ബസ് മോഷ്ടിക്കാൻ വേണ്ടി തന്നെ എത്തിയതാണ്. എന്നാൽ ബസ് എടുത്ത് ഏകദേശം KSRTCയിൽ നിന്നും അല്പം ദൂരം മാറി, അതായത് മംഗളം ടവർ എന്ന് പറയുന്നത് കഷ്ടിച്ച് ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ആ മംഗളം ടവറിലേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹം, അതായത് ഈ മോഷ്ടാവ്, ഈ ബസ് ആളുകൾ പിന്തുടരുന്നുണ്ട് എന്ന് കരുതി ബസ് വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. എന്തായാലും സംഭവത്തെ തുടർന്ന് KSRTC അധികൃതരുടെ പരാതിയിൽ തുടർന്ന് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വഴിയിലൂടെയുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടത്തുക. കാരണം ഈ KSRTC എന്ന് പറയുന്ന ഈ നമ്മുടെ ഡിപ്പോയിൽ ഈ ബസ് നിർത്തിയിടുന്നവിടെ കാര്യമായിട്ടുള്ള CCTVകൾ ഇല്ല. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള മറ്റു കടകളിലും അതുപോലെ തന്നെ വഴി നീളെയുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വേണം അന്വേഷണം നടത്താൻ. എന്തായാലും വിരുദ്ധൻ ഈ ആള്, അതായത് ഈ ബസ് മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ആളുകൾ, അതായത് KSRTCയിൽ നിന്നും അധികൃതർ പിന്നിൽ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇദ്ദേഹം വഴിയിൽ ബസ് ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. എന്തായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. അല്ല, ഇനി രാവിലെ ഒന്ന് കറങ്ങാനെടുത്തോണ്ട് പോയതായിരിക്കുമോ? ഇത് ഈ KSRTC ബസ്സൊക്കെ മോട്ടിച്ചോണ്ട് പോയിട്ട് പൊളിച്ചു വെക്കാൻ പറ്റുമോ? എന്താ ചെയ്യാൻ പറ്റുക? ഇത് CCTV ഉണ്ടോ? ഇയാൾ അങ്ങോട്ടേക്ക് കടന്നു കളഞ്ഞു എന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? ആശ്മി, പോലീസിന് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു സൂചനകൾ ലഭിച്ചിട്ടില്ല. കാരണം ഇത് ആരാണ് മോഷ്ടിച്ചത്, എന്തിനാണ് ഇതിന് മോഷ്ടാവിന്റെ ഈ ബസ് എടുത്തുകൊണ്ടുപോയതിന്റെ ലക്ഷ്യം എന്താണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ തന്നെ കണ്ടെത്തണം. ഇദ്ദേഹത്തെ കണ്ടെത്തിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ ദൂരം പോകാൻ കഴിഞ്ഞില്ല. കാരണം ബസ് ഡിപ്പോയിൽ ഈ KSRTC സ്റ്റാൻഡിൽ ഓടാത്ത ബസ്സുകൾ തൊട്ടടുത്തുള്ള ഡിപ്പോക്ക് താഴെയുള്ള ഒരു റോഡിലാണ് നിർത്തിയിടാറുള്ളത് പതിവായിട്ട്. അവിടെ നിന്നാണ് ഇദ്ദേഹം ഈ ബസ് എടുത്തു കൊണ്ടുപോയിരിക്കുന്നത്. പാലക്കാട് ലോക്കൽ റൂട്ടിൽ ഓടുന്ന ബസ്സാണ് എടുത്തു കൊണ്ടുപോയിരിക്കുന്നത്, ഓർഡിനറി ബസ്സാണ്. ഇദ്ദേഹം ബസ് എടുത്ത ശേഷം ഈ 1/2 കിലോമീറ്റർ താണ്ടി മന്നക്കുളം, അതായത് ഈ KSRTCക്ക് തൊട്ടടുത്ത് തന്നെയാണ്, തൊട്ടു പിറകിൽ തന്നെയാണ് ഈ മന്നക്കുളം എന്ന് പറയുന്നത്. മംഗളം ടവർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്വകാര്യ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ വഴിയരികിൽ നിർത്തിയിട്ടാണ് ഇദ്ദേഹം ഉപേക്ഷിച്ച് കടന്നു പോയത്. എന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ ദൂരം പോകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വഴിയിൽ ഉപേക്ഷിച്ച് പോയി എന്നുള്ളത് ഇയാളെ പിടികൂടിയാൽ മാത്രമേ അറിയാൻ എന്തായിരുന്നു യഥാർത്ഥ ലക്ഷ്യം. എന്തായാലും രാവിലെ വന്ന് ഡിപ്പോയിൽ നിന്ന് ബസ് എടുത്തുകൊണ്ട് പോയി. KSRTCയിലുള്ള ബാക്കി ആൾക്കാർ പിന്നാലെ വന്നത് കാരണമാണ് പിടികൂടാൻ കഴിഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ ബസ്സും കൊണ്ടുപോകാനേ. എന്താല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.